മാനനഷ്ട കേസിൽ ഷാജൻ സ്കറിയെ കുറ്റവിമുക്തനാക്കിയ തിരുവല്ല കോടതിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. തുടർ നടപടികൾ സ്വീകരിക്കാനും തിരുവല്ല കോടതിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ. ഉമേഷ്, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ? ഈ കേസിനാസ്പദമായ സംഭവം കൂടി. സിജു, ഇത് 2021 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. തിരുവല്ല സ്വദേശിനിയായ വീട്ടമ്മയാണ് ഷാജൻ സ്കറിയക്കെതിരെ അപകീർത്തി കേസ് തിരുവല്ല കോടതിയിൽ നൽകുന്നത്. അതായത് തന്റെ ചിത്രമൊക്കെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് അപകീർത്തികരമാവുന്ന തരത്തിൽ ഷാജൻ സ്കറിയയുടെ ഓൺലൈൻ മാധ്യമത്തിൽ വാർത്ത നൽകി അത് തനിക്ക് വലിയ തരത്തിൽ അപകീർത്തികരവും മാനനഷ്ടവും ഉണ്ടാക്കി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവല്ല കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി അന്ന് കോടതി പരിഗണിച്ച് പിന്നീട് പോലീസിനോട് അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്താൽ ആ ബന്ധപ്പെട്ട കോടതി തന്നെയാണ് സാക്ഷി വിസ്താരം നടത്തി സമൻസ് അയക്കേണ്ടത്. എന്നാൽ കോടതി അന്ന് പോലീസിനോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചു. ആ നടപടിക്രമത്തിൽ തന്നെ തെറ്റുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടു. ഇതിനുശേഷം പോലീസ് അന്വേഷിച്ച് ഷാജൻ സ്കറിയക്കെതിരെ കേസെടുക്കാം എന്ന തരത്തിലാണ് റിപ്പോർട്ട് നൽകിയതെങ്കിലും തിരുവല്ല കോടതി ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഷാജൻ സ്കറിയെ കുറ്റവിമുക്തനാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ രണ്ട് നടപടിക്രമങ്ങളും തെറ്റാണ് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതായത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഷാജൻ സ്കറിയെ തിരുവല്ല കോടതി കുറ്റവിമുക്തനാക്കിയത്. അതുകൊണ്ട് ഈ കേസിൽ തുടർ നടപടികൾ എടുക്കാൻ തിരുവല്ല കോടതിക്ക് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മാനനഷ്ട കേസിൽ ഷാജൻ സ്കറിയെ കുറ്റവിമുക്തനാക്കിയ തിരുവല്ല കോടതിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി.